എല്ലാവർക്കും നമസ്കാരം. മായ സ്റ്റാർട്ടിലേക്ക് സ്വാഗതം. പൂരാടം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന 2025 ആണ്ട് എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. പൂരാടം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഈ വരുന്ന വർഷം 2025 ഈ ഒരു വർഷം നിങ്ങൾക്ക് എങ്ങനെയാണ് പൂരാടം നക്ഷത്രക്കാർക്ക് എന്ന് നമുക്ക് നോക്കാം. Seven of Pentacles, Strength card, Sun card, Moon, Queen of Swords, Death card, Ten of Pentacles, Ace of Pentacles. പൂരാടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷം ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം തന്നെയായിരിക്കും എന്ന് പറയാം. എല്ലാ അർത്ഥത്തിലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ 7 of Pentacles ആൻഡ് ക്വീൻ ഓഫ് സോട്സ് എനർജിയാണ് ഇത് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ ഇതുവരെ ശ്രമിച്ചിട്ട് നടക്കാതെ പോയ പല കാര്യങ്ങളും ജീവിതത്തിൽ നടക്കുന്നുണ്ട്. സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികൾ അനുഭവിക്കുന്നവർക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി, ജീവിതത്തിൽ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ മാറിക്കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ലോൺ അപ്ലൈ ചെയ്തിട്ടുള്ളവർ എന്തെങ്കിലും കാര്യം മുന്നോട്ടേക്ക് പോകുക, ഇപ്പോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനോ മറ്റെന്തെങ്കിലും തരത്തിൽ ലോൺ അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് ലോൺ ലഭിക്കുന്നുണ്ട്. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നതിൻ്റെ ആദ്യത്തെ ചുവട്ടുപടി, അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ടൊരു ബിസിനസ്സോ സ്ഥാപനമോ ഒക്കെ തുടങ്ങുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ആദ്യത്തെ ചുവട്ടുപടി ആയിരിക്കും 2025 നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഈ ഒരു വർഷം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുകയാണ് എങ്കിൽ ഇനി വരുന്ന 10-20 വർഷത്തോളം നിങ്ങൾക്ക് ഇനി മുമ്പോട്ടേക്ക് വരുന്ന 10-20 വർഷമോ അതിൽ കൂടുതലോ ഉള്ള ജീവിതകാലം മുഴുവനത്തേക്കുമുള്ള നിങ്ങളുടെ ഒരു സമ്പാദ്യം അല്ലെങ്കിൽ വരുമാന മാർഗം കെട്ടിപ്പടുക്കാൻ പറ്റുന്ന ഒരു വർഷമാണ് ഈ ഒരു വർഷം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷം സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ, ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളെടുക്കുന്ന പല തീരുമാനങ്ങളും, നിങ്ങൾ ചെയ്യുന്ന പല പ്രവൃത്തികളും മുന്നോട്ടേക്കുള്ള നിങ്ങളുടെ ജീവിതം എങ്ങനെ നയിക്കണം, എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിക്കുന്ന വലിയ വലിയ തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന ഒരു സമയമാണ് 2025. അതുപോലെ തന്നെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെയധികം ആലോചിച്ചിട്ട് മാത്രം തീരുമാനങ്ങൾ എടുക്കുക. പല ആളുകളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒത്തിരി നാളുകളായിട്ട് നിങ്ങൾ ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരു ഭാരം ഇറക്കി വയ്ക്കാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രാരബ്ധം അത് നിങ്ങൾ അതിൻ്റെ ഇനി അങ്ങോട്ടേക്ക് ആ ഭാണ്ഡക്കെട്ട് അല്ലെങ്കിൽ പ്രാരബ്ധക്കെട്ട് ചുമന്നുകൊണ്ട് പോകേണ്ട ആവശ്യമില്ല എന്നുള്ളതൊരു ആശ്വാസം തരുന്ന കാര്യമാണ് നിങ്ങൾക്ക്. അതുപോലെ തന്നെ ക്വീൻ ഓഫ് സോട്സ് എനർജിയാണ്. ജോലി സംബന്ധമായിട്ടാണെങ്കിൽ വളരെയധികം ഉയർച്ചയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഈ ഒരു വർഷക്കാലം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണുന്നുണ്ട്. നിങ്ങളുടെ സ്വന്തം അധ്വാനത്തിൻ്റെ ഫലം, ജീവിതത്തിൽ ആ ഒരു പ്രയത്നത്തിൻ്റെ ഫലം ലഭിക്കുന്ന ഒരു വർഷം കൂടിയിട്ടായിരിക്കും ഈ ഒരു വർഷം എന്ന് പറയാം. വളരെ ഹയർ പൊസിഷനിലേക്ക് നിങ്ങൾ എത്തുന്നുണ്ട്. നിങ്ങളുടെ ചിന്താഗതികളിൽ മാറ്റം വരുന്നുണ്ട്. വളരെ ഇൻ്റലക്ച്വലായിട്ട് ജീവിതം മുന്നോട്ടേക്ക് നയിക്കാൻ പറ്റുന്നുണ്ട്. വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ ചിന്തിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഷാർപ്പായിട്ട് പല അനാലിസിസും നടത്തുന്നുണ്ട്. കെയർഫുൾ ആയിട്ടുള്ള കൺസിഡറേഷൻ പല കാര്യങ്ങളും നടത്തുന്നുണ്ട്. ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു ഒപ്പീനിയനാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുന്നത്. നിങ്ങളെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം പറയുന്നത്. മറ്റുള്ളവരും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സത്യസന്ധത പുലർത്തുന്ന ഒരു വ്യക്തി, ഒരാളോടൊരു പാർഷ്യാലിറ്റിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ വളരെ എല്ലാവരോടും ഒരേ രീതിയിൽ പെരുമാറുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിലൊക്കെ നിങ്ങളെക്കുറിച്ചിട്ട് ആളുകൾ പറയുന്നുണ്ട്. ആ ഒരു രീതിയായിരിക്കും നിങ്ങൾ പൊതുവെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത് എന്നുള്ളത്. അതേപോലെ തന്നെ സ്ട്രെങ്ത് കാർഡ് ആൻഡ് ഡെത്ത് കാർഡാണ് സൂചിപ്പിക്കുന്നത്. ജീവിതം തിരിച്ചു പിടിക്കുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. ജീവിതത്തിൽ പല കാര്യങ്ങളും മുന്നോട്ടേക്ക് എവിടെ, എന്ത്, എങ്ങനെ, ഏത് രീതിയിൽ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നുള്ളത് നിങ്ങൾ തീരുമാനമെടുക്കുന്ന ഒരു സമയമാണ്. പലരെയും സംബന്ധിച്ചിടത്തോളം ജീവിതം വഴിമാറി സഞ്ചരിക്കുന്ന ഒരു രീതി എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഒത്തിരി ആത്മവിശ്വാസവും ധൈര്യവും ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ അനിവാര്യമായിട്ട് വരുന്ന ഒരു സാഹചര്യം എന്നുള്ള രീതിയിലാണ് ഇത് സൂചിപ്പിക്കുന്നത്. പല കാര്യങ്ങളിലും
എങ്ങനെയാണ് ലൈഫ് മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടത് എന്നുള്ളൊരു ഒരു ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും നിങ്ങൾ ഒരു വ്യക്തമായിട്ടുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുകയാണ്. കാരണം കുറച്ച് നാളായിട്ട് നിങ്ങൾ പ്രധാനപ്പെട്ട ഒരു കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, ചിന്തിക്കണം അല്ലെങ്കിൽ തീരുമാനിക്കണം എന്ന് ചിന്തിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ അല്ലെങ്കിൽ ആ തീരുമാനം എടുക്കാനുള്ള ഒരു ധൈര്യം നിങ്ങൾ കാണിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വർഷം ആ പ്രധാനപ്പെട്ട ഒരു തീരുമാനം നിങ്ങൾ എടുക്കുന്ന ഒരു സമയമാണ്. ഈ ഒരു തീരുമാനം എന്ന് പറയുന്നത് നമ്മൾ പറയില്ലേ ലൈഫ് ആൻഡ് ഡെത്ത് എന്ന് പറയുന്നത്, നിങ്ങളുടെ ജീവൻ്റെ വിലയുള്ളൊരു തീരുമാനം എന്ന് പറയാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമായിരിക്കും. ഈ വർഷം 2025 എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു പുനർജന്മത്തിൻ്റെ ഒരു വർഷമായിരിക്കും. പുതിയൊരു ജന്മം എല്ലാ അർത്ഥത്തിലും നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലാണെങ്കിലും ജോലി സംബന്ധമായിട്ടുള്ള കാര്യത്തിലാണെങ്കിലും പൊതുസമൂഹത്തിലുള്ള നിങ്ങളെ കുറിച്ചിട്ടുള്ള കാഴ്ചപ്പാട് മറ്റുള്ളവരുടെ എങ്ങനെയാണെങ്കിലും ഇങ്ങനെയുള്ള എല്ലാ കാര്യത്തിലും ഒരു മാറ്റം വരുന്നുണ്ട്. നിങ്ങളുടെ ചിന്താഗതിയിൽ മാറ്റം വരുന്നുണ്ട്, ജീവിതചര്യകളിൽ മാറ്റം വരുന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങളിലും ജീവിതത്തിൽ മാറ്റം വരുന്നുണ്ട്. നിങ്ങൾ മൊത്തത്തിൽ ഒരു മാറി ചിന്തിക്കാൻ തുടങ്ങുന്ന ഒരു വർഷം എന്ന് തന്നെ പറയാം. ഈ ഒരു വർഷം നിങ്ങൾക്ക് ഫലത്തിൽ വളരെ സന്തോഷം തരുന്ന കാര്യമാണ്. നെക്സ്റ്റ് വന്നിട്ട് സൺ കാർഡ് ആൻഡ് 10 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. ഒത്തിരി സന്തോഷം തരുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്ന് പറയാം. പലരെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസക്കുറവുണ്ടായിരുന്ന ആളുകളാണെങ്കിൽ വളരെയധികം ആത്മവിശ്വാസത്തോടു കൂടി ജീവിതത്തെ നോക്കി കാണുന്നുണ്ട്. ഒത്തിരി യാത്രകൾ ചെയ്യുന്നുണ്ട്, പുതിയ പുതിയ സ്ഥലങ്ങൾ, അതായത് പല അമ്പലങ്ങളും കാര്യങ്ങളൊക്കെ യാത്ര ചെയ്യുന്നുണ്ട്. അതേപോലെ വിദേശത്തൊക്കെ പല സ്ഥലങ്ങളൊക്കെ കാണാൻ പോകുന്നുണ്ട്. അല്ലെങ്കിൽ പല സ്ഥലങ്ങൾ നിങ്ങൾ ഇതുവരെ പോകാത്ത സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്യുന്നുണ്ട്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം വിവാഹം പോലുള്ള കാര്യങ്ങൾ ഈ ഒരു വർഷം സാധ്യമാകുന്നുണ്ട്. കുറച്ചധികം നാളുകളായിട്ട് വിവാഹം അന്വേഷിക്കുന്നു, കാര്യങ്ങളൊന്നും നടക്കുന്നില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം വിവാഹം, ആഘോഷങ്ങൾ ജീവിതത്തിൽ വരുന്ന ഒരു സമയമാണ്. മക്കളുടെയൊക്കെ വിവാഹം നടക്കുന്നതിൻ്റെ ഒരു സംതൃപ്തി കൂടിയിട്ടാവാം ഇത് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ 10 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. ഈ ഒരു എനർജി 10 ഓഫ് പെൻറ്റക്കിൾസ് എനർജി സൂചിപ്പിക്കുന്നത് ജീവിതം പലതരത്തിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ പല കാര്യങ്ങൾ നമ്മൾ വളരെയധികം ആഗ്രഹിച്ചിട്ട് കിട്ടിയ കാര്യങ്ങളെന്നൊക്കെ പറയുമല്ലോ, അതുപോലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഒത്തിരി നാളുകളായിട്ട് നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം, നിങ്ങളുടെ ഡ്രീം കം ട്രൂ എന്നൊക്കെ പറയുന്ന ഒരു സമയമാണ്. ആഗ്രഹം അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം സഫലമാകുന്ന ഒരു ദിവസം ഈ ഒരു വർഷത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾ സ്വന്തമായിട്ട് വീട് വാങ്ങിക്കുന്ന ഒരു കാര്യമായിരിക്കാം. ജീവിതത്തിൽ പ്ലഷേഴ്സ് അനുഭവിക്കാത്തവർ, അതായത് ജീവിതത്തിൽ സംതൃപ്തി എന്തെന്ന് അനുഭവിക്കാത്തവരും എന്ന് വെച്ചിട്ട് ജീവിതത്തിൽ ഒരിക്കലും സന്തോഷം അനുഭവിച്ചിട്ടില്ല എന്നുള്ളതല്ല. നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങൾ ആഗ്രഹിച്ച സമയത്ത് കിട്ടാതെ പോയിട്ടുള്ളവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ ലഭിക്കുന്നു എന്ന് തന്നെ പറയുന്ന ഒരു സമയം എന്ന് പറയാം. അതേപോലെ തന്നെ നെക്സ്റ്റ് വന്നിട്ട് മൂൺ കാർഡാണ്. മൂൺ ആൻഡ് ഏസ് ഓഫ് കപ്സ് എനർജിയാണ്. അപ്പോൾ മൂണും ഏസ് ഓഫ് കപ്സ് എനർജി എന്ന് പറയുമ്പോൾ വികാരങ്ങളാണ്. വികാരങ്ങളെ നിയന്ത്രിക്കാൻ പഠിക്കേണ്ട അനിവാര്യതയുണ്ട് എന്ന് വെച്ചിട്ട് നിങ്ങൾ കൂടുതൽ ഈ ഒരു സമയം നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങൾ വളരെ സെൻസിറ്റീവ് ആയിരിക്കും. ഇപ്പോൾ വികാരങ്ങൾ കൂടുതലായിട്ട് പെട്ടെന്ന് സങ്കടം വരുന്നൊരു സമയമാണ്. കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് കരയുക, സങ്കടം വരിക. അതിപ്പോൾ സ്ത്രീകളായാലും പുരുഷന്മാരായാലും മനസ്സ് പെട്ടെന്ന് സങ്കടം വരും. സന്തോഷമുള്ള കാര്യം കേൾക്കുമ്പോഴാണെങ്കിലും സങ്കടമുള്ള കാര്യമാണെങ്കിലും കണ്ണീര് വരുന്ന, അതായത് മനസ്സിൻ്റെ ഒത്തിരി ഒത്തിരി സെൻസിറ്റീവായിട്ട് മാറുന്നൊരു സമയമാണ്. ചന്ദ്രനാണ് കൂടുതലായിട്ട് ചന്ദ്രനായാണ് നിങ്ങളെ നയിക്കുന്നതെന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ വികാരങ്ങൾ ആ ഒരു രീതിയിലായിരിക്കും ചിന്തകൾ, അതായത് ആത്മവിശ്വാസക്കുറവൊക്കെ ഉണ്ടാവും ചില കാര്യങ്ങളിൽ. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടുന്ന പല കാര്യങ്ങളും വളരെ ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് ചെയ്യുകയും ചെയ്യും. പക്ഷെ അതേസമയം തന്നെ മറ്റാരെങ്കിലും നിങ്ങളെ വിമർശിച്ചാൽ വിമർശനങ്ങളെ നിങ്ങൾക്ക് ആത്മവിശ്വാസത്തോടു കൂടി നേരിടാൻ പറ്റില്ല. കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് ചെയ്യും, എല്ലാവരും നന്നായിട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ സന്തോഷം. പക്ഷെ ഒരാൾ വന്ന് വിമർശിക്കുമ്പോൾ നിങ്ങൾക്കത് ഒരിക്കലും ഭയങ്കരമായിട്ട് വിഷമിപ്പിക്കുന്ന ഒരു കാര്യമായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യം കൂടി സൂചിപ്പിക്കുന്നുണ്ട്. സൂര്യനെ ആരാധിക്കുക, സൂര്യ നമസ്കാരം ചെയ്യുക, ഞായറാഴ്ച വ്രതം എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. ആത്മവിശ്വാസം നിങ്ങളിലേക്ക് കൂടുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്. അതേപോലെ ഏസ് ഓഫ് കപ്സ് എനർജിയാണ്.
ഒത്തിരി ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രണയ സാക്ഷാത്കാരത്തിൻ്റെയൊക്കെ മുഹൂർത്തങ്ങൾ കൊണ്ടുതരുന്ന ഒരു വർഷമായിരിക്കും 2025 എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. വിവാഹ കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സാഹചര്യം എന്ന് തന്നെ പറയാം. പലരെയും സംബന്ധിച്ചിടത്തോളം വികാരങ്ങളുടെ ഒരു വേലിയേറ്റവും വേലിയിറക്കവും ഒക്കെ ഉണ്ടാകുന്ന സമയമാണ്. അപ്പോൾ ഈ വികാരങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് വീട്ടമ്മമാരെ കുറിച്ചിട്ട് ആണെങ്കിൽ, അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ്, എന്നിരുന്നാലും പ്രത്യേകിച്ച് വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.